നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹരീസാണ് കേട്ടോ. അറേബ്യൻ ഹരീസാണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, എന്നാലും നല്ല ടേസ്റ്റാണിത്. ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നല്ലൊരു ഇഫ്താർ ഡിഷായിട്ടാണ് സാധാരണ നമ്മുടെ ഹരീസൊക്കെ സെർവ് ചെയ്യാറ്. ഇവിടെ നമ്മുടെ ഈ മട്ടൺ ഹരീസ് ഞാൻ ഉണ്ടാക്കുന്നത് മില്ലറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ അറേബ്യൻ മട്ടൺ ഹരീസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഹരീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അറേബ്യൻ ഹരീസാണ്, അറേബ്യൻ മട്ടൺ ഹരീസാണിത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബാർലി, അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പാണ്. ഈ ബാർലി നുറുക്ക് ഗോതമ്പും കൂടെ ഒരു ദിവസം സോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ കുക്കായി വരും. മിനിമം ഒരു ഓവർനൈറ്റ് എങ്കിലും സോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ബാർലിക്ക് പകരമായിട്ട് ഗോതമ്പ് മാത്രം എടുക്കാം, ഹോൾ ഗോതമ്പ് എടുക്കാം. ഏതാണോ അവൈലബിൾ എങ്കിൽ അതെടുക്കാം. ബാർലി എല്ലാവർക്കും അറിയായിരിക്കും. ജോവർ ഒരു ടൈപ്പ് മില്ലറ്റ് ആട്ടോ ഇത്. മില്ലറ്റ് റെസിപ്പി കൂടിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റീൽ കട്ട് ഓട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാധാ ഓട്സും ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിച്ചിട്ടും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഈ ഹരീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രഷർ കുക്കറിൽ എടുത്തിരിക്കുകയാണിത്. ഈ ബാർലിയും ഗോതമ്പും കൂടെ 1 കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഞാൻ 1 കപ്പ് മട്ടൺ എടുത്തിരിക്കുകയാണ്. കുറച്ച് ബോണോട് കൂടിയിട്ടുള്ള മട്ടണാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടണാട്ടോ ഇത്. വേണ്ടില്ലേ, ബോണോട് കൂടിയിട്ടുള്ള മട്ടൺ എടുക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ബോണിൻ്റെ അകത്തുള്ള ജ്യൂസി പാർട്സൊക്കെ ഇറങ്ങി വരും. നമ്മുടെ ഹരീസ് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അടുത്തതായിട്ട് ഞാനിതിലോട്ട് സ്പൈസസ് ചേർക്കുകയാണ്. വളരെ കുറച്ച് സ്പൈസസ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. സ്പൈസസ് എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ചിട്ട് ഹരീസ് ടേസ്റ്റി ആയിരിക്കും. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് എടുത്താൽ മതി. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതാണിത്. അടുത്തതായിട്ട് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എടുക്കുന്നത് ഈ സ്പൈസസൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ ചെറിയ ജീരകമാണ്, ഒരു പിഞ്ച് ചെറിയ ജീരകമാണ്. 2 ഗ്രാമ്പും എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയൊരു ബേ ലീഫ്, പിന്നെ കുറച്ച് പെപ്പർ കോൺ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ചെറിയ ജീരകം എടുത്ത് അതേപോലെ തന്നെ ഞാനിവിടെ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പട്ടയാണ്. പട്ട വേണമെങ്കിൽ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇത് സിലോൺ സിന്നമണാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉള്ള കാസിയ അല്ല ഇത്. ഇതെല്ലാം കൂടി ഞാൻ പാനിലോട്ട് ചേർത്തിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ മട്ടൺ നേരത്തെ വേവിച്ചിട്ട് പിന്നെ ബാർലിയും വേവിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ രീതിയാകുമ്പോൾ നമ്മുടെ ഹരീസ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. 4 ഇരട്ടി വെള്ളം ഒഴിക്കാം നമുക്ക്. അതായത് ഇവിടെ ഞാൻ 1 കപ്പല്ലേ നമ്മുടെ ഗ്രെയിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്ക് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഹരീസിനെ നമുക്കൊരു ഫുൾ മീലായിട്ട് തന്നെ സെർവ് ചെയ്യാം. ഇനി നമ്മുടെ ഹരീസ് കുക്കായി വരട്ടെ. 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുക്കായി വരട്ടെ. അങ്ങനെയെങ്കിലാണ് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ച് നല്ല സ്മൂത്തായിട്ടുള്ള ഹരീസ് ആക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാർലി അതുപോലെ തന്നെ ഗോതമ്പ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മട്ടൺ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിന്ന് ബോൺസ് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോൺസൊക്കെ എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ സ്പൈസസ് എടുത്ത് മാറ്റാം. ഞാൻ മിക്സിങ്ങിന് വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെറിയൊരു വെസലിലോട്ട് ഇത് മാറ്റിയാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ബോൺസ്, ഈ ബോൺസ് ഉള്ള പോർഷൻസ് നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ചൂടാണ്. അതുപോലെ ഈ സ്പൈസസ് ഇതുണ്ടല്ലോ, ബേ ലീഫ് അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ള ഏലക്കപ്പട്ട, അതൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ. കാരണം ഓൾറെഡി അതിൻ്റെ ഫ്ലേവേഴ്സ് വന്നിട്ടുണ്ടാവും നമ്മുടെ ഹരീസിലോട്ട്. ഇനിയും നമ്മൾ കൂടുതൽ അരച്ച് ചേർക്കുമ്പോൾ ഓവർ സ്പൈസി ആവും. കുരുമുളകൊക്കെ ഉണ്ട്, ഇതൊന്നും ഞാൻ മാറ്റുന്നില്ല കേട്ടോ. ഇതിനെ ഇനി ഒന്നിലും മിക്സി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രോ മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ച് എടുക്കണം. ഇത് ചൂടോടുകൂടെ തന്നെ ചെയ്യുന്നത്. എത്രത്തോളം കുക്കായിട്ടുണ്ടോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ബോൺസിൻ്റെ പീസസ് ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലേഡിൻ്റെ അകത്ത് കുടുങ്ങും. ഇനി നമുക്ക് നമ്മുടെ ഹരീസ് സെർവ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. സെർവിങ് ഡിഷിലോട്ട് ഞാനിത് മാറ്റിയാണ്. നല്ല മട്ടൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ യുഎയിലായിരുന്നപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു മട്ടൺ ഹരീസ്. നമുക്കവിടെ കിട്ടുകയും ചെയ്യും. നോമ്പിനാണല്ലോ ഈ ഹരീസ് അവിടെ സ്ഥിരമായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക കൂടെ വേണം. അടുത്തതായിട്ട് ടെമ്പറിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ടെമ്പറിങ് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബട്ടർ എടുക്കാം, 2 3 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം. ഈ പാൻ ഞാനൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, അതുകൊണ്ട് തന്നെ ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ അത് ഇവിടെ ഞാൻ പട്ടയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ അരീസിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടത്. മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ കേട്ടോ ഇത്. ഇവിടെ ഞാൻ സിന്നമൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒന്നുമില്ലാതെ ബട്ടർ മാത്രം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി അറേബ്യൻ സ്പൈസ് മിക്സിന് ഒരു 1/4 ടീസ്പൂണൊക്കെ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസാണ്. അപ്പോൾ ഇനി ഈ മെൽറ്റഡ് ബട്ടർ കൂടെ ഇതിന് മുകളിലോട്ട് ഒഴിക്കാം നമുക്ക്. ഇതിൽ മിൽക്ക് സോളിഡ്സ് ഉണ്ട് കേട്ടോ, വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ മിൽക്ക് സോളിഡ്സ് കുറച്ച് അധികമായിരിക്കും. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മട്ടൻ ഹരീസ് റെഡി ആയിട്ടുണ്ട്. ഈ ഹരീസ് സാധാരണ ഇഫ്താർ ഡിഷായിട്ടാട്ടോ സെർവ് ചെയ്യാറ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡിഷ് തന്നെയാണിത്, മട്ടൻ ഹരീസ്. എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യം ഞാൻ കഴിച്ചപ്പോഴേ എനിക്ക് ഈ ഹരീസ് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ പിന്നെ കഴിച്ച് വരുമ്പോഴേ ഹരീസ് എൻ്റെ ഫേവറേറ്റായി മാറി. ഒന്നാമത്തെ കാരണം ഭയങ്കര ഹെൽത്തിയാണ്, പിന്നെ മട്ടൻ്റെ ഫ്ലേവർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. ഇപ്പോൾ ഈ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് വിളമ്പിയിട്ടുള്ള ഈ ഒരു ഹരീസിനെ ഒരു ഫുൾ മീലായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കാരണം ഇതിൽ ഗ്രെയിൻസ് ഉണ്ട്, പ്രോട്ടീൻ പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റും ഉണ്ട്, ഹെൽത്തി ഫാറ്റാണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.